അപകടകരമായി കിടക്കുന്ന കോതമംഗലം മുനിസിപ്പൽ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ കാണാതെ അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി. മാർക്കറ്റിന്റെ ഈ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിൽ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലത്തിന്റെ ഹൃദയഭാഗമായ മുനിസിപ്പൽ മാർക്കറ്റും പരിസരവും മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പരിസരം മലിനീകരണപ്പെട്ടതുമാണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നതെന്ന് യോഗം അറിയിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എങ്കിൽ ഈ ടോയ്ലറ്റ് തുറന്നിട്ട് അതിനകത്ത് ഒരു 5 മിനിറ്റ് നിൽക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു അവാർഡ് നൽകാം. അതിന്റെ ക്ലോസറ്റ് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ആ ക്ലോസറ്റിന്റെ ഉള്ളിൽ പുഴു ഞുളയ്ക്കുന്നത് മാതിരി കൊതുകുകൾ മുട്ടയിട്ട് ഞുളയ്ക്കുന്ന രംഗം നമുക്കിപ്പോൾ അതിൽ പോയി കാണാൻ സാധിക്കും. ഒരു മുനിസിപ്പൽ ഓഫീസിനോട് 100 മീറ്റർ അകലെയല്ല ഈ രംഗമെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും 10 മീറ്റർ അകലെയല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആയിരക്കണക്കിന് യാത്രക്കാര്, മാർക്കറ്റിൽ വരുന്നവര്, വിദ്യാർത്ഥികള്, അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം പങ്കിടുന്ന ഈ മാർക്കറ്റിന്റെ ഹൃദയഭാഗത്താണ് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് ഇത്രമാത്രം കേരളത്തിന് അഭിമാനമായി, കോതമംഗലത്തിന് അഭിമാനമായി ഇവിടെ നിലകൊള്ളുന്നത് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ടൗൺ യു പി സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന ടോയ്ലറ്റ് ഉപയോഗശൂന്യമായി കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു. മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഹമ്മദ് നൌഷാദ്, റെജി ടീച്ചർ, സാബു കുരിശിങ്കൽ, ജിജോ പൌലോസ്, ഷാജു കെ പി, ബാബു പിച്ചാട്ട്, അരുൺ നെല്ലിക്കുഴി, കുമാരൻ സി കെ, ഗോപിനാഥ് കെ എസ്, രവി ഇഞ്ചൂർ, പിയേഴ്സ് വാരപ്പെട്ടി, ജോയി കാട്ടുചിറ, വിനോദ് ഇരുമലപ്പടി, രാജപ്പൻ നേര്യമംഗലം എന്നിവർ സംസാരിച്ചു. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മൾ വോട്ട് ചെയ്ത് ഭരണത്തിന്റെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരും മെമ്പർമാരും ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? ഇവരുടെ വീടുകളിലാണ് ഈ സംഭവമെങ്കിൽ, ഇവരുടെ സ്വന്തം ഭവനങ്ങളിലാണ് ഈ ഒരു ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയിൽ ഒരു ശൌചാലയം ഉണ്ടായിരുന്നതെങ്കിൽ ഇവരാരെങ്കിലും ഈ രീതിയിൽ ഈ ശൌചാലയത്തെ ഇവിടെ ഉപേക്ഷിക്കുമായിരുന്നുവോ? മാർക്കറ്റിലെ നൂറുകണക്കിന് ആളുകൾ ഒപ്പിട്ട പരാതി മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ചെയർമാന് കൈമാറി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് ചെയർമാൻ കെ കെ ടോമി ഭാരവാഹികളെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.